ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ബൊഹേമിയയിലെ പ്രഭുവായിരുന്നു വെഞ്ചസ്ലാവോസ്. 903 ക്രിസ്തുവർഷം 903 അദ്ദേഹം പ്രഭുവായത്. 935 വരെ അദ്ദേഹം ആ സ്ഥാനത്തുണ്ടായിരുന്നു. വ്രാത്തിസ്ലാവോസ് ദ്രഗോമീര ദമ്പതികളുടെ മകനാണ്. അപ്പനായ വ്രാത്തിസ്ലാവോസ് ക്രിസ്ത്യാനിയായിരുന്നു. വിശുദ്ധ സിറിലും മെഥോഡിയസുമാണ് അവരുടെ പിതാമഹന്മാരെ ക്രിസ്തുധർമ്മത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയത്. അമ്മ ദ്രഗോമീരയാകട്ടെ വിജാതീയ സ്ത്രീയായിരുന്നു. ഹാവല്ലിയിലെ ഗോത്രത്തലവന്റെ മകളുമായിരുന്നു. വിവാഹ സമയത്ത് അവൾ മാമോദീസ സ്വീകരിച്ചെങ്കിലും ഹൃദയം കൊണ്ട് അവൾ പുറജാതിക്കാരിയായി തുടർന്നു. അമ്മൂമ്മ ലുദുമില്ലയാണ്, അപ്പൻ്റെ അമ്മ, ഈ വെഞ്ചസ്ലാവോസിന്റെ അപ്പൻ്റെ അമ്മ ലുദുമില്ലയാണ് വെഞ്ചസ്ലാവോസിനെ ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തിയത്. 921 അപ്പൻ വ്രാത്തിസ്ലാവ് മരിച്ചപ്പോൾ അമ്മ ഭരണമേറ്റെടുത്തു. എന്നാൽ ഈ അമ്മ ദ്രഗോമീര, അവൾക്ക് ക്രിസ്ത്യാനികൾ പുച്ഛമായിരുന്നു, ഭരണം മോശമായിരുന്നു. ജനങ്ങളിൽ ഭൂരിപക്ഷവും 18 വയസ്സുള്ള ബാലനായ വെഞ്ചസ്ലാവോസ് ഭരണമേറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അമ്മൂമ്മയുടെ പിന്തുണയോടെ യുവരാജാവ് ഭരണഭാരം ഏറ്റെടുത്തു. തന്റെ നാട്ടുരാജ്യം ജർമ്മനിയുടെ സംരക്ഷണത്തിന് കീഴിലാക്കി. ജർമ്മനിയിൽ നിന്ന് വൈദികരെ വരുത്തി. പഴയ സ്ലാവ് ഭാഷയ്ക്ക് പകരം ലത്തീനിലാക്കി ആരാധനാക്രമം. വെഞ്ചസ്ലാവോസ് ബ്രഹ്മചര്യ വ്രതമെടുത്തു. രാജാവ് അദ്ദേഹത്തിന്റെ ഭരണം ഗംഭീരമായതിനാൽ ഓട്ടോ 1 ചക്രവർത്തി രാജകീയ സപ്ഞ എന്ന് പറഞ്ഞ റീഗൽ ഡിഗ്നിറ്റി ആൻഡ് ടൈറ്റിൽ അദ്ദേഹത്തിന് ചാർത്തി നൽകി. എന്നാൽ വെഞ്ചസ്ലാവോസിന്റെ സഹോദരൻ ബൊലെസ്ലാവോസ് വെഞ്ചസ്ലാവോസിന്റെ അമ്മയുടെ ഒത്താശയോടെ ഈ വെഞ്ചസ്ലാവോസിനെ കൊന്നുകളഞ്ഞു. ശരീരം പല കഷ്ണങ്ങളായി വെട്ടുനുറുക്കി മറവ് ചെയ്തു. അതിനു മുമ്പ് ഈ അമ്മൂമ്മയെയും അപ്പൻ്റെ അമ്മ ലുദുമില്ലയെയും കൊന്നുകളഞ്ഞിരുന്നു. ഈ വെഞ്ചസ്ലാവോസിന്റെ അമ്മ ദ്രഗോമീര തന്നെയാണ് ഈ അമ്മൂമ്മയുടെ മരണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത്. അവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 3 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കുറ്റകൃത്യത്തിൽ പശ്ചാത്താപം തോന്നിയ ബൊലെസ്ലാവോസ് സഹോദരന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പ്രേഗിലെ സെന്റ് വീത്തൂസ് ദേവാലയത്തിനുള്ളിൽ സംസ്കരിച്ചു. ചെക്ക് സംസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വെഞ്ചസ്ലാവോസ്. സദ്ഗുണരാജൻ വെഞ്ചസ്ലാവോസ് എന്ന് തുടങ്ങുന്ന പാട്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ വളരെ കീർത്തിയാർജിച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ വിശുദ്ധരാകാൻ കഴിയും, വിശുദ്ധരായി ജീവിക്കാനും വിശുദ്ധരായി മരിക്കാനും കഴിയും എന്നതിന് വലിയ തെളിവാണ് വെഞ്ചസ്ലാവോസ്. ഹൃദയത്തിൽ നന്മയുണ്ടാകുക, വിനയമുണ്ടാകുക, മറ്റുള്ളവരുടെ ക്ഷേമം മാത്രം മനസ്സിൽ സൂക്ഷിക്കുക, ഇതായിരുന്നു വെഞ്ചസ്ലാവോസിന്റെ മുദ്രാവാക്യം. എന്നാൽ വിശ്വാസം വ്യതിചലിക്കാതിരിക്കാനുള്ള ചങ്കൂറ്റം ബലി കഴിക്കാതിരിക്കണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ബൈബിളിൽ വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നവർ പറയാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അവർ ബൈബിൾ വായിക്കില്ല, ബൈബിളിൽ സംഗതി വിശ്വസിക്കില്ല. കത്തോലിക്കർ ചെയ്യുന്നതെല്ലാം തന്നെ ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ കത്തോലിക്കർ എതിർക്കാൻ വേണ്ടി തിരുവചനങ്ങളെ പോലും ലംഘിക്കുന്നവരാണവർ. ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധരുടെ ഓർമ്മ വിശുദ്ധർ ചെയ്തത് അവരുടെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്, മർക്കോസ് 14:9. എന്നിട്ടും അകത്തോലിക്കരെ പ്രചരിപ്പിക്കുന്നത്, കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രചരിപ്പിക്കുന്നത്, വിശുദ്ധരെ വണങ്ങാനും വിശുദ്ധരെ പ്രാർത്ഥിക്കാനും തുടങ്ങിയത് കത്തോലിക്ക സഭ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തുടങ്ങിയ ഒരു തെറ്റായ പ്രവണതയായിട്ടാണ് അവർ പ്രചരിപ്പിക്കണേ. തിരുവചനങ്ങൾ ഇതുപോലെ വ്യഭിചരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടി ഈ വെഞ്ചസ്ലാവോസ് വിശുദ്ധൻ്റെ
പ്രാർത്ഥനകൾ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് ചോദിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.